ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂൺ 20 ചൊവ്വാഗ്രഹം ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു. ആഗസ്റ്റ് 2 വരെ ആ ചൊവ്വാഗ്രഹം ഇടവൻ രാശിയിൽ ഉണ്ടാകും. ഇപ്പോൾ ചൊവ്വാഗ്രഹം ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് ഓരോ കൂറുകാരൻ ലഗ്നക്കാരെയും ഈ സമയത്ത് ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ജൂൺ 20 ചൊവ്വാഗ്രഹം ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത്. അപ്പോൾ ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാലപുരുഷൻ്റെ 2ാം ഭാവരാശിയാണ്, ധനസ്ഥാനമാണ്. ഇപ്പോൾ ചൊവ്വാഗ്രഹം എന്ന് പറയുമ്പോൾ ധൈര്യത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും പോരാട്ടവീര്യത്തിൻ്റെയും ഒക്കെ ഗ്രഹമാണ്. നമ്മുടെ ഫിസിക്കൽ എനർജിയുടെ ഒരു ഗ്രഹമെന്ന് പറയാം. അതുപോലെ ഭൂമിയുടെ കാരകനും കൂടിയാണ് ഈ ചൊവ്വാഗ്രഹം. വികാര ആവേശത്തിൻ്റെ ഗ്രഹമാണ്. അഗ്രസീവായിട്ടുള്ള ബിഹേവിയറിൻ്റെയൊക്കെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് ചൊവ്വാഗ്രഹത്തെ കാണാം. ഇപ്പം ഇടവൻ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ ധനസ്ഥാനമാണ്, സ്ഥിരരാശിയാണ്. അതൊരു ഭൂമി തത്വരാശിയും കൂടിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് അതൊരു വാക്സ്ഥാനമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇടവൻ രാശിയിൽ ചൊവ്വാഗ്രഹം പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ പൊതുവെ ഈ ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനുള്ള ശ്രമം, അതായത് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമം ഈ സമയത്ത് കൂടും. പൊതുവേ നമുക്ക് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കർമ്മകാര്യങ്ങളിലൊക്കെ വളരെ ഫോക്കസ് ചെയ്യുന്ന സമയമായിരിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമം ഈ സമയത്തുണ്ടാകും. പ്രത്യേകിച്ച് കാലപുരുഷൻ്റെ ധനസ്ഥാനത്താണ് ചൊവ്വാഗ്രഹം വരുന്നത്. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, വസ്തുക്കൾ വാങ്ങുന്നതിനോ വീടുകൾ വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. ഭൂമിയുടെ ഇടപാടുകൾ വഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയം കൂടെയാണ്. പൊതുവേ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമമൊക്കെ പൊതുവേ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് അതേസമയം ധനപരമായിട്ടുള്ള വിഷയത്തിൽ, അതുപോലെ പ്രോപ്പർട്ടി സംബന്ധമായ വിഷയത്തിൽ ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ 2ാം ഭാവ കാലപുരുഷൻ്റെ 2ാം ഭാവസ്ഥാനത്ത് ചൊവ്വ വരിക വഴി ഉണ്ടായെന്നൊക്കെ വരാം. പൊതുവെ ഈ ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് ഇടവൻ രാശിയിൽ 3 നക്ഷത്രങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഒന്ന് കാർത്തിക നക്ഷത്രം, സൂര്യൻ്റെ നക്ഷത്രത്തിലൂടെ കടന്നു പോകുന്നു. അത് ഏകദേശം ഒരു ജൂലൈ 4 വരെ ആ സൂര്യൻ്റെ നക്ഷത്രത്തിലായിരിക്കും ചൊവ്വാഗ്രഹം സഞ്ചരിക്കുന്നത്. അതിനുശേഷം ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി നക്ഷത്രത്തിലൂടെയായിരിക്കും ആ ചൊവ്വാഗ്രഹം സഞ്ചരിക്കുന്നത്, ഏകദേശം ജൂലൈ 23 വരെ. അതിനുശേഷം ആഗസ്റ്റ് 2 വരെ പ്രത്യേകിച്ച് ആ ചൊവ്വാഗ്രഹം മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിലായിരിക്കും ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ചൊവ്വാഗ്രഹം ഈ രാശികളിൽ, ഈ പ്രത്യേകിച്ച് ഇടവൻ രാശിയിൽ ഈ 3 നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് ഏത് രീതിയിലായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത്? അത് ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ചൊവ്വയുടെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും, മേടക്കൂറുകാരെന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ജന്മലഗ്ന രാശ്യാധിപനാണ് ചൊവ്വ. അതുപോലെ ചൊവ്വ അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 1ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അവരുടെ 2ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂൺ 20. ആഗസ്റ്റ് 2 വരെ ആ ചൊവ്വാഗ്രഹം 2ാം ഭാവരാശിയിൽ ധനരാശിയിൽ ഉണ്ടാകും. അപ്പോൾ പൊതുവേ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ 2ൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ധനസമ്പാദനത്തിന്, ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ ആക്റ്റീവ് ആകുന്ന സമയമായിരിക്കും. ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള ശ്രമം നമുക്കുണ്ടാകും. പൊതുവേ നമ്മൾ കുടുംബകാര്യങ്ങളിലൊക്കെ ഫോക്കസ് ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ധനഭാഗ്യത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ വ്യത്യസ്ത ഈ തലങ്ങളിൽ
ഈ ധനം നമ്മൾ നിക്ഷേപിക്കുന്നതിനുള്ള മാർഗങ്ങളൊക്കെ ഈ സമയത്ത് കണ്ടെത്തുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പം അതേപോലെ നമുക്ക് ഈ ചൊവ്വ എന്ന് പറയുന്നത് അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് 2-ൽ വരിക എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ ധനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ചിലപ്പോൾ ചർച്ച ചെയ്യുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ചൊല്ലി ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ധനപരമായ കാര്യങ്ങളിൽ ചിലപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുടുംബകാര്യത്തിൽ അല്പം സംയമനമൊക്കെ വേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് വാക്സ്ഥാനത്താണ് ചൊവ്വാഗ്രഹം വരുന്നത്. അതുപോലെ നമുക്ക് ഈ കുടുംബ ചെലവ് കൂടാനൊക്കെ ചിലപ്പോൾ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുടുംബത്തിൽ പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെയൊക്കെ ഒരു ഇടപെടൽ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. ഫാമിലി ബിസിനസ്സിൽ, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ ചൊവ്വ അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 2-ലൂടെ ധനസ്ഥാനത്തൂടെയൊക്കെ പോകുമ്പോൾ പൊതുവെ നമ്മൾ ആഹാരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതെന്തെങ്കിലും വഴക്കിനോ വാഗ്വാദത്തിനോ ഒക്കെ പോകാതിരിക്കാനുമൊക്കെ ഈ കുറുകാർ പ്രത്യേകിച്ച് വാക്സ്ഥാനത്ത് ആ ചൊവ്വ സഞ്ചരിക്കുക വഴി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ ഈ സമയത്ത് ഒഴിവാക്കണം. അതുപോലെ തന്നെ നിസ്സാര കാര്യങ്ങൾക്ക് നമ്മൾ പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഇത് പൊതുവെ ചൊവ്വ ഈ വാക്സ്ഥാനത്തൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് അഷ്ടമ ഭാവാധിപനും കൂടിയാണ് ചൊവ്വ. അതുപോലെ കുജൻ്റെ ആ 2 നിൽക്കുന്ന ചൊവ്വ 5-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 5-ലേക്ക് ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ അത് വിദ്യാർത്ഥികൾക്ക്, അതുപോലെ ക്രിയേറ്റീവ് വർക്കിൽ ഏർപ്പെടുന്നവർക്ക്, അതുപോലെ കലാപ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക്, സ്പെക്കുലേറ്റീവ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, ഒരു വിപണിയിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ അവർക്ക് ആ പ്രവർത്തനത്തിൽ കാര്യക്ഷമതയുണ്ടാകും, അതിലവർക്ക് നേട്ടങ്ങളുണ്ടാകും. അതേസമയം ചിലർക്ക് ഈ 5-ലേക്കൊക്കെ പ്രത്യേകിച്ച് അഷ്ടമഭാവാധിപനായ ചൊവ്വയും കൂടെ ആകുമ്പോൾ 5-ലേക്കൊക്കെ ആ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ അവർക്ക് ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ചൊവ്വ അഷ്ടമത്തിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ്. ചൊവ്വ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് ചൊവ്വ. അപ്പോൾ ആ ചൊവ്വ അഷ്ടമത്തിലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ ഗവേഷണ മേഖലകളിലൊക്കെ ഏർപ്പെടുന്നവർക്ക്, റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് വളരെ ഗുണം ചെയ്യും. ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ഈ സർജറി ഈ വിഭാഗത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്ക് അവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ അത് 2-ലാണ് നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദന്തസംബന്ധമായി ഡെന്റിസ്റ്റുകൾ, അതുപോലെ സർജറി വിദഗ്ധന്മാർ അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ബാങ്കിങ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നവർ, അതുപോലെ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ അവർക്കും ഒക്കെ തന്നെ ഈ 8-ാം ഭാവാധിപനായ ചൊവ്വ 8-ൽ ദൃഷ്ടി ചെയ്യുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ആ 2-ാം ഭാവരാശി നിന്നുകൊണ്ട് അഷ്ടമത്തിലേക്ക് ആ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ ഈ സമയത്തുണ്ടാകാം. അതേസമയം പണപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിലെ ട്രാൻസാക്ഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ചിലപ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷനിലൊക്കെ എന്തെങ്കിലും പണം നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലാൻഡഡ് പ്രോപ്പർട്ടി ചിലപ്പോൾ കൈവശം വന്നു ചേരുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ അതേസമയം 8-ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് യാത്രകളിൽ, ദൂരയാത്രകളിൽ, ഡ്രൈവിങ്ങിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകേണ്ടത് നല്ലതാണ്. അതുപോലെ ചൊവ്വ 9-ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ചിലർക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ യാത്രകൾ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. ചിലപ്പം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള യാത്രകൾ ഈ സമയത്തുണ്ടാകാം. അതുപോലെ ചിലപ്പോൾ ഈ 9-ലൊക്കെ ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ നമ്മൾ 9 എന്ന് പറയുമ്പം പിതാവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗുരുക്കന്മാർ, അതുപോലെ മെൻറ്റേഴ്സ്, ഇവരുമായിട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ കഴിവതും നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ അവരുമായിട്ട്
ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ ഒക്കെ വളരെ വിനയത്തോടു കൂടിയുള്ള ഒരു ഇൻ്ററാക്ഷൻ ഈ സമയത്ത് വേണം. പ്രത്യേകിച്ച് ചൊവ്വ 2-ലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ, അപ്പോൾ അവിടെയൊക്കെ അതിൽ ഒരു കെയർ കൊടുത്ത് പോകണം. അപ്പോൾ പൊതുവേ നമുക്ക് ഈ ചൊവ്വയുടെ ആ സ്ഥിതി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടതാണ്. പ്രത്യേകിച്ച് ചൊവ്വ സൂര്യൻ്റെ നക്ഷത്രത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ സൂര്യൻ്റെ നക്ഷത്രത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സൂര്യനും അഗ്നികാരകത്വമുള്ള ഗ്രഹമാണ്, ചൊവ്വയും അഗ്നികാരകത്വമുള്ള ഗ്രഹമാണ്. അപ്പോൾ പൊതുവേ ഒരു ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അഭിപ്രായ വ്യത്യാസങ്ങൾ, എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാക്കുകളിൽ വന്നു പോകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അത് ഇപ്പോൾ ഏകദേശം ജൂലൈ 4 വരെ ആ ചൊവ്വ സൂര്യൻ്റെ നക്ഷത്രത്തിലാണ്, കാർത്തിക നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് കഴിഞ്ഞ് ചൊവ്വ രോഹിണി നക്ഷത്രത്തിലേക്ക് സഞ്ചരിക്കുന്നു. രോഹിണി എന്ന് പറയുമ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് ചന്ദ്രൻ പ്രത്യേകിച്ച് ഈ കുറുകാരുടെ 4-ാം ഭാവ രാശിയിലാണ്, രാശിയുടെ അധിപനും കൂടിയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഫാമിലി കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൂടും. വീട് പുതുക്കുന്നതിനോ അല്ലെങ്കിൽ വീട് വാങ്ങുന്നതിനോ ഒക്കെയുള്ള ശ്രമങ്ങളുണ്ടാകും. പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവേ നമ്മൾ പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃഷി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ താല്പര്യം കൂടാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഈ ജൂലൈ 23 വരെയാണ് ആ ചൊവ്വ രോഹിണി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ചൊവ്വ മകയിര നക്ഷത്രത്തിലാണ്, അത് ചൊവ്വയുടെ തന്നെ നക്ഷത്രമാണ്, സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. അത് പൊതുവേ നമുക്ക് ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൊടുക്കും, ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൊടുക്കും. അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. ഇനി ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ചൊവ്വ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ ഇടവക്കുറുകാരെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അതുപോലെ രോഹിണി മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ചൊവ്വ 7-ാം ഭാവാധിപനുമാണ്. അതുപോലെ ചൊവ്വ 12-ാം ഭാവാധിപനുമാണ്. 7ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പ്രത്യേകിച്ച് ജൂൺ 20-ന് ആണ് അവരുടെ ജന്മരാശിയിലേക്ക് രാശി മാറുന്നത്. ആഗസ്റ്റ് 2 വരെ ചൊവ്വ ജന്മരാശിയിലായിരിക്കും ഈ ഇടവക്കുറുകാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ ചൊവ്വ വരിക എന്ന് പറയുമ്പോൾ ചൊവ്വ ഒരു സ്ഥിരോത്സാഹത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്, ഉന്മേഷത്തിൻ്റെയും ഊർജ്ജസ്വലതയുടെയൊക്കെ ഗ്രഹമാണ്. അപ്പോൾ ഈ കുറുകാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഊർജ്ജസ്വലത ഉണ്ടാകും. ശാരീരികമായിട്ടുള്ള ഉന്മേഷം, ഊർജ്ജസ്വലതയൊക്കെ ഈ സമയത്തുണ്ടാകും. പൊതുവെ കാര്യക്ഷമതയൊക്കെ കൂടുന്ന സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ അതിനുള്ള നമ്മുടെ ഏത് കാര്യങ്ങളും നേടിയെടുക്കുന്നതിനുള്ള ഒരു ശ്രമവും കാര്യങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകും. അതേസമയം ജന്മരാശിയിലാണ് ചൊവ്വ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പ്രകോപിക്കുന്ന അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാകാവുന്ന സംസാരത്തിലൊക്കെ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. അല്പം ക്ഷമാശീലമൊക്കെ ഈ സമയത്ത് വേണം. പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ ചൊവ്വ നിൽക്കുമ്പോൾ, അതും ജന്മരാശിയിൽ പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അഗ്നികാരകത്വമുള്ള ഗ്രഹമാണ് സൂര്യൻ. അപ്പോൾ ആ സൂര്യൻ്റെ നക്ഷത്രത്തിലൂടെയൊക്കെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അല്പം ഒരു ഈഗോ അല്ലെങ്കിൽ പെട്ടെന്ന് കോപിക്കുന്ന ഒരു പ്രകൃതമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അപ്പം ഏത് കാര്യത്തിലും എടുത്തു ചാടിയുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ള ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ചൊവ്വ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുമ്പം ഉണ്ടാകാം. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൊവ്വ 7-ാം ഭാവാധിപനും കൂടെയാണ്. അപ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് ജന്മരാശിയിൽ വരുന്നത്. അപ്പോൾ 7-ാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് പാർട്ട്ണർഷിപ്പ്, അതുപോലെ നമ്മുടെ ബിസിനസ് പാർട്ട്ണർഷിപ്പ്, അതുപോലെ പബ്ലിക്കുമായിട്ടുള്ള ബന്ധം, ഇവയുടെയൊക്കെ ഒരു സ്ഥാനമാണ്. അപ്പോൾ ഈ 7-ാം ഭാവത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് പ്രത്യേകിച്ച് നമ്മളിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം. അപ്പോൾ പൊതുവേ ഈ കുറുകാരുടെ വ്യക്തിത്വത്തിലൊക്കെ അവരുടെ ജീവിത പങ്കാളിയുടെയൊക്കെ സ്വാധീനം കൂടുന്ന സമയമായിരിക്കും. അതുപോലെ ബിസിനസ് പാർട്ട്നേഴ്സ്, അവരുമായിട്ടൊക്കെ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം. പ്രത്യേകിച്ച് ആ ചൊവ്വ 7-ലേക്കൊക്കെ ദൃഷ്ടിയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പൊതുവേ ഈ കൂടുതൽ സഹകരണ മനോഭാവത്തോടു കൂടിയൊക്കെ മുന്നോട്ട് പോകുന്നവർക്ക് പാർട്ട്ണർഷിപ്പ് തലത്തിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. ബിസിനസ്സിലൊക്കെ വിജയം കൈവരിക്കാനൊക്കെ അത് നല്ലതാണ് ജന്മരാശിയിലൊക്കെ ആ ചൊവ്വ നിൽക്കുന്നത്.
നമുക്ക് ഏത് കാര്യത്തിലെയും ഏത് തടസ്സങ്ങളും അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ളൊരു കരുത്തൊക്കെ നമുക്ക് നൽകും. അപ്പം അതുപോലെ തന്നെ നമുക്ക് അല്പക്ഷമയൊക്കെ ഈ സമയത്ത് ഉണ്ടാകണം. കുജൻ 12ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 12ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ദൂരയാത്രകളിലൊക്കെ ദൂരയാത്രകൾക്കൊക്കെ ചിലപ്പോൾ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിലൊക്കെ അല്പം ഒരു കെയർ കൂടെ വേണം. ചിലപ്പോൾ നമുക്ക് യാത്രാ സംബന്ധമായിട്ട് അല്ലെങ്കിൽ പൊതുവെ ഒരു ചിലവൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. പൊതുവെ ഈ കൂറുകാരുമായിട്ട് പൊതുവെ നമുക്ക് ഒരു ബന്ധം സ്ഥാപിക്കുന്നതിലൊക്കെ മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സമയവും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ അതുപോലെ ജ്യേഷ്ഠ സഹോദരങ്ങൾ, അവരുടെയൊക്കെ ഒരു സഹായമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അതേസമയം ഈ കുജൻ 4ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. ചൊവ്വ 4ലൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഫാമിലി തലത്തിൽ നമുക്ക് ഒരു ഫോക്കസൊക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെയും കുടുംബത്തിൽ ചിലപ്പോൾ കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ അതെന്തെങ്കിലും തർക്കങ്ങളിലേക്കൊക്കെ പോവുക, ചിലപ്പോൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതേസമയം നമ്മൾ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വസ്തു വാങ്ങുന്നതിന് ക്രയവിക്രയം ചെയ്യുന്നതിന് അതിനൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയം ആണ്. എങ്കിലും നമ്മൾ എല്ലാ ഡീലിങ്സിലും ഒരു കെയർ കൊടുത്ത് പോകണം. അതുപോലെ തന്നെ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. അതുപോലെ ചൊവ്വ 7ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ചൊവ്വ 7ലൊക്കെ ദൃഷ്ടി 7ാം ഭാവാധിപനും കൂടിയാണ് ചൊവ്വ. അപ്പോൾ നമുക്ക് വിവാഹ ആലോചനകൾക്കൊക്കെ ചിലപ്പോൾ സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ചിലപ്പോൾ അവരുടെ കുഞ്ഞുനാളിലൊക്കെ പരിചയമുള്ള ഏതെങ്കിലും അവരുമായി അങ്ങനെയുള്ള ഒരു ജീവിത പങ്കാളിയൊക്കെ ചിലപ്പോൾ കണ്ടെത്തുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതേസമയം നമ്മൾ 7ലൊക്കെ ആ ചൊവ്വയുടെ ദൃഷ്ടി 7ാം ഭാവാധിപനാണെങ്കിൽ തന്നെയും അഗ്നികാരകത്വമുള്ളൊരു ഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രഹം 7ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരു കെയർ വേണം. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെയൊക്കെ ഡോമിനൻസ് കൂടുന്ന സമയമാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിലും ജീവിത പങ്കാളിയുടെ ഡോമിനൻസ് ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അവരുടെ ഡോമിനൻസ് ഒക്കെ കൂടുമ്പോൾ റിലേഷൻഷിപ്പിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ അതേസമയം 7ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ ഇപ്പോൾ ഉള്ള സമയമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ തന്നെയും അത് നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ ഇപ്പോൾ 7ലുള്ളത് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം കൂടെ ആണ്. നമുക്ക് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും. അതേസമയം ബിസിനസ്സുകാരുമായിട്ട് നമ്മൾ ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ട് കഴിവതും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ ചൊവ്വ അഷ്ടമത്തിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അഷ്ടമത്തിൽ ചൊവ്വ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ദൂരയാത്രകളിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യകാര്യത്തിലും നമ്മൾ അല്പം ശ്രദ്ധിക്കണം. ഇപ്പോൾ അതേസമയം 8ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ ശത്രുക്കളുടെയൊക്കെ നീക്കങ്ങൾ ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അത് ഓവർകം ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ നമുക്ക് ആ ചൊവ്വയുടെ അഷ്ടമത്തിലെ ദൃഷ്ടി കൊണ്ടുണ്ടാകും. അതേസമയം ആരോഗ്യകാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലർക്ക് കാണാം. ഇപ്പോൾ ബ്ലാഡർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ്, യൂറിനറി പ്രോബ്ലം, ഇങ്ങനെയൊക്കെയുള്ള ചില ഇഷ്യൂസ് ചിലപ്പോൾ ഈ ചൊവ്വാഷ്ടമ രാശിയിലൂടെ ദൃഷ്ടി ചെയ്യുക വഴി ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ചൊവ്വ ഇടവൻ രാശിയിൽ രാശി മാറുന്നത് ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. മിഥുനക്കുറുകാരെന്ന് പറയുമ്പോൾ മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, അതുപോലെ തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് അവരുടെ 6ാം ഭാവാധിപനുമാണ്, അതുപോലെ 11ാം ഭാവാധിപനുമാണ്. അപ്പം ഈ 6ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അവരുടെ 12ലേക്കാണ് രാശി മാറുന്നത് ജൂൺ 20-ന്.
ആഗസ്റ്റ് 2 വരെ ഈ ചൊവ്വ മിഥുനക്കൂറുകാർക്ക് അവരുടെ 12ാം ഭാവരാശിയിലായിരിക്കും സ്ഥിതി. അപ്പോൾ 6ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12ൽ വരുന്നത് ഒരു വിപരീത രാജയോഗമാണ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് 6 സേവനത്തിൻ്റെ സ്ഥാനമാണ്. 12ലേക്കൊക്കെ ആ ചൊവ്വ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നത് വളരെ ഗുണകരമാകും. അതിനുള്ള തൊഴിൽ അന്വേഷകർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ കിട്ടാവുന്ന സമയമാണ്. ചിലപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ദൂരയാത്രകൾ വേണ്ടി വരുന്ന സമയമാണ്. അതുപോലെ അതേസമയം നമുക്ക് ഈ കുറച്ച് ധനച്ചെലവ് ഈ സമയത്ത് വരാം. ഇപ്പോൾ 12ലൊക്കെ ചൊവ്വ വരുമ്പോൾ പ്രത്യേകിച്ച് മെഡിക്കൽ തലത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. യാത്രാ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലവ് ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. 12ലൊക്കെ ചൊവ്വ വരുമ്പോൾ ചിലർക്ക് ഈ എന്തെങ്കിലുമൊക്കെ സ്ലീപ്പിംഗ് പ്രോബ്ലംസ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പ്രത്യേകിച്ച് ഈ 6ാം ഭാവരാശിയിൽ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയം കൂടെയാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ തൊഴിലിടത്ത് എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ വന്നാൽ അതൊക്കെ പരിഹരിക്കാനൊക്കെ കഴിയും. അതുപോലെ നമുക്ക് ഈ നമ്മൾ തൊഴിലിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും, ഹാർഡ് വർക്കിനൊക്കെ തയ്യാറാവുന്ന സമയം കൂടെയാണ്. പ്രത്യേകിച്ച് ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി 6ലുള്ളപ്പോൾ നമുക്ക് നെഗറ്റീവ് ചിന്തകളൊക്കെ കുറയാനും അത് സഹായകമാണ്. പൊതുവേ നമുക്ക് മറ്റുള്ളവരുടെയൊക്കെ സഹായങ്ങൾ കിട്ടുന്നതിനും ആ ഗുരുവിൻ്റെ 6ലെ ദൃഷ്ടി സഹായകമാകും. അതേസമയം നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ആശ്വാസമൊക്കെ കണ്ടെത്താൻ കഴിയും. ശത്രുക്കളുടെയൊക്കെ ഉള്ളവർക്ക് ആ ശത്രു ശല്യമൊക്കെ കുറയാൻ സാധ്യതയുള്ള സമയവും കൂടെയാണ്. ചൊവ്വ 11ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 11ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12ൽ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചെലവ് കൂടാനൊക്കെ ഇടയാക്കും. അതുപോലെ തന്നെ ഈ യാത്രാ ചെലവ്, മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കഴിവതും ചെലവ് നിയന്ത്രിക്കേണ്ടുന്ന സമയമാണ് 12ൽ ചൊവ്വയൊക്കെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട്. പ്രത്യേകിച്ച് ഒരു നേട്ടത്തിൻ്റെ ഒരു ഗ്രഹം 11ാം ഭാവാധിപൻ 12ലേക്ക് വരികയാണ്. അതേസമയം ഈ 11ാം ഭാവാധിപൻ 12ലേക്കൊക്കെ വരുമ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും നഷ്ടസാധ്യതയുള്ള സംരംഭങ്ങൾ ലാഭകരമാക്കി കൊണ്ടുവരാനുള്ള ഒരു കഴിവൊക്കെ ചിലപ്പോൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രാരാബ്ധ കർമ്മങ്ങൾ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടി വരും. ചിലർക്ക് തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ഫറിനോ അല്ലെങ്കിൽ തൊഴിലിലൊരു മാറ്റത്തിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ 6ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12ലൂടെ പോകുന്നത്, 12ൽ സഞ്ചരിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഇപ്പോൾ നമുക്ക് വിസ സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കപ്പെടും. പൊതുവേ നമുക്ക് നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കോൺഫിഡൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് ഈ സമയത്ത് ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ ഫോക്കസ് കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ചൊവ്വ 3ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മിഥുനൻ രാശിയുടെ 3ാം ഭാവരാശി ചിങ്ങരാശിയാണ്, അവിടെ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3ലൊക്കെ ഏത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കണം. അതുപോലെ നമുക്ക് ഈ പുതിയ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂല സമയമാണ്. തൊഴിലിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതേസമയം യാത്രകളിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അതുപോലെ 3ാം ഭാവം എന്ന് പറയുമ്പോൾ സഹോദര സ്ഥാനവും കൂടെയാണ്. അപ്പോൾ സഹോദരങ്ങളുമായിട്ടൊക്കെ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അയൽവക്കക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധം, അവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനൊക്കെ ഈ സമയത്ത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ നമ്മളൊരു കെയർ കൊടുത്ത് പോകണം. അതുപോലെ തന്നെ ചൊവ്വ 6ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ചൊവ്വ 6ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ നമുക്ക് പൊതുവേ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റൊക്കെ കൂടാവുന്ന സമയമാണ്. ഇപ്പോൾ നമുക്ക് ഈ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്തെങ്കിലുമൊക്കെ വ്യവഹാരങ്ങൾ, ഇപ്പം തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ വ്യവഹാരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആ വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഈ ആതുര സേവന പ്രവർത്തനത്തിൽ, പ്രത്യേകിച്ച് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള
മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കാര്യക്ഷമത കൂടുന്ന സമയമാണ്. ഇപ്പോൾ തൊഴിലിടത്ത് ശത്രുക്കളുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ആ ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയുന്നതിനും 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ൽ ദൃഷ്ടി ചെയ്യുന്നത് സഹായകമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടൊക്കെ കഴിവതും നമ്മൾ, പ്രത്യേകിച്ച് 6-ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ അവിടെയൊക്കെ ഒരു സംയമനം ഉണ്ടാകുന്നത് നല്ലതാണ്. ചൊവ്വ 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ 12ൽ നിന്ന് അതിൻ്റെ അഷ്ടമ ഭാവമാണ് 7 പറയുന്നത്. അപ്പോൾ അവിടേക്ക് ആ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ 7ലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ദാമ്പത്യ ബന്ധത്തിലൊക്കെ അല്പം ഒരു കെയർ വേണം. ദമ്പതിമാർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ റിലേഷൻഷിപ്പിലൊക്കെ അല്പം സംയമനമൊക്കെ ഉണ്ടാകേണ്ടുന്ന സമയമാണ്. അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പൊതുവെ നമുക്ക് മെഡിക്കൽ എക്സ്പെൻസ് അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ എക്സ്പെൻസൊക്കെ കൂടാൻ സാധ്യതയുള്ള സമയമാണ്. നമുക്ക് അറിയാം, ചൊവ്വ കാർത്തിക നക്ഷത്രത്തിലൂടെയും ക്രമേണ ജൂലൈ 4 വരെ കാർത്തിക നക്ഷത്രത്തിലായിരിക്കും, ജൂലൈ 23 വരെ രോഹിണി നക്ഷത്രത്തിലൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത്. അതിനുശേഷം ആഗസ്റ്റ് 2 വരെ ആ ചൊവ്വയുടെ തന്നെ നക്ഷത്രമായ മകേര നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ കാർത്തിക നക്ഷത്രത്തിലൂടെയൊക്കെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് 3-ാം ഭാവാധിപനാണ് ഈ സൂര്യൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകാനൊക്കെ അത് സഹായകമാകും. അതുപോലെ ക്രമേണ ഈ രോഹിണി നക്ഷത്രത്തിൽ അത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ്, പ്രത്യേകിച്ച് 2-ാം ഭാവാധിപൻ്റെ നക്ഷത്രമാണ്. അതൊക്കെ നമുക്ക് നമ്മുടെ ഈ ഫാമിലി തലത്തിലൊക്കെ ഫോക്കസ് കൂടുന്നതിനും ധനാർജനത്തിനൊക്കെ ഉള്ളൊരു ശ്രമമൊക്കെ നമുക്ക് ഉണ്ടാകും. അതുപോലെ ക്രമേണ മകൈര നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ജൂൺ 23 മുതൽ ജൂലൈ 23 മുതൽ ആഗസ്റ്റ് 2 വരെയുള്ള സമയം. അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഈ മാനസികമായിട്ട് ഒരു 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 ടെൻഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അമിതമായിട്ടുള്ള ചിന്തകൾ, ഉറക്കക്കുറവ്, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. ചിലവ് കൂടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ നക്ഷത്രങ്ങളിലൂടെ പ്രത്യേകിച്ച് ഈ ചൊവ്വ സഞ്ചരിക്കുക വഴി അങ്ങനെയൊക്കെയുള്ള ഇഫക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി കർക്കിടക കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ചൊവ്വ ഇടവൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നത് എങ്ങനെയായിരിക്കും സ്വാധീനിക്കും നോക്കാം. കർക്കിടക കുറുകാരെന്ന് പറയുമ്പോൾ പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ്. ഇപ്പോൾ കർക്കിടക കുറുകാർക്കും ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് 5-ാം ഭാവാധിപനാണ്, അതുപോലെ 10-ാം ഭാവാധിപനുമാണ്. 5ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജൂൺ 20 അവരുടെ 11-ാം ഭാവരാശിയിലേക്കാണ്, നേട്ടത്തിൻ്റെ രാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 2 വരെ ആ ചൊവ്വ ഈ 11-ാം ഭാവരാശിയിൽ ഉണ്ടാകും. നേട്ടത്തിൻ്റെ സ്ഥാനമാണ് ഈ 11 എന്ന് പറയുന്നത്, ഇച്ഛാപൂർത്തി സ്ഥാനമാണ്. പ്രത്യേകിച്ച് 5ഉം 10ഉം ഭാവാധിപനാണ് ചൊവ്വ എന്നുള്ളത് കൊണ്ട് കർക്കിടകൂറുകാർക്ക് ചൊവ്വ യോഗകാരകനും കൂടിയാണ്. അപ്പം യോഗകാരകനായിട്ടുള്ള ചൊവ്വ ഇഷ്ടസ്ഥാനത്താണ് വരുന്നത് എന്നുള്ള ഒരു ഗുണം ഇവിടെ ഉണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ തൊഴിൽ തലത്തിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. 10-ാം ഭാവാധിപൻ അതിൻ്റെ 2-ൽ, അതായത് 11-ാം ഭാവരാശിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ തൊഴിലിൽ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. തൊഴിലിൽ ഉയർന്ന അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ നമുക്കുണ്ടാകാവുന്ന സമയമാണ്. പ്രൊഫഷണൽ തലത്തിൽ നമുക്ക് കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 11-ാം ഭാവം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സൗഹൃദങ്ങൾ, അതുപോലെ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ, അവിടെയൊക്കെ സ്ഥാനമാണ്. അപ്പം നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് തലത്തിലും സാമൂഹ്യ ബന്ധം വഴിയൊക്കെ തന്നെ തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകാവുന്ന സമയം കൂടെ ആണ്. അപ്പോൾ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകും. അപ്പോൾ അതുപോലെ ചൊവ്വ 5-ാം ഭാവാധിപനും കൂടിയാണ്. 5-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് 11-ൽ വരുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പഠനത്തിൽ ഫോക്കസ് കൂടും, പഠന മികവിന് സാധ്യതയുണ്ട്. ഡിവൈനായിട്ടുള്ള ഒരു എനർജിയൊക്കെ ചിലപ്പോൾ ഈ 5-ാം ഭാവാധിപൻ 11-ൽ വരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ചിന്തകളുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ചിന്തകൾ മാറുന്നതിന് സഹായകമാണ്. പോസിറ്റീവ് ചിന്തകൾ ഡെവലപ്പ് ചെയ്യാനും അത് സഹായകമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. മാത്രമല്ല ഈ 5-ാം ഭാവരാശിയിൽ ഇപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഉപാസനാദി കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ഫോക്കസ് കൂടാം, ഡിവൈൻ എനർജിയൊക്കെ കൂടാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനുള്ള നല്ല മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും.
അതുപോലെ പൊതുവെ സന്താനങ്ങൾക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് 5-ാം ഭാവാധിപൻ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ സന്താനങ്ങളെ കൊണ്ട് ഗുണം, അവരുടെ പഠനത്തിലൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ അവരുടെ ഭാഗത്തുണ്ടാകും. അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ചില പ്രത്യേകിച്ച് ഈ പുതിയ പുതിയ കോഴ്സുകളിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയൊക്കെ ചിലപ്പോൾ ഈ ചൊവ്വയുടെ 11-ാം ഭാവരാശിയിലെ സ്ഥിതി കൊണ്ടുണ്ടാകും. അതുപോലെ ചിലർക്ക് പ്രണയചിന്തകളൊക്കെ ഈ സമയത്തുണ്ടാകും, പ്രണയബന്ധം ഒക്കെ. അതേസമയം പ്രണയബന്ധത്തിന് സാധ്യത കൂടുതലാണ്. ഇവിടെ ചൊവ്വയുടെ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി 5-ലുള്ള സമയം കൂടിയാണ്. അപ്പോൾ നമ്മൾ സൗഹൃദങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ ഇവയൊക്കെ നമുക്ക് വിപുലമാക്കുന്നതിനുള്ള ഒരു 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 ഗ്രഹസ്ഥിതി എന്ന് വേണമെങ്കിൽ പറയാം. പൊതുവേ നമ്മുടെ ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ചൊവ്വ വരുന്നത് കൊണ്ട് അത് കർമ്മസംബന്ധമായ കാര്യങ്ങൾക്കായാലും അതുപോലെ സന്താനങ്ങളുടെ കാര്യങ്ങൾക്കായാലും കുറേ അഭീഷ്ടസ്ഥിതിയുടെ സ്ഥാനം എന്ന് നമുക്ക് പറയാം. അത് ചില നേട്ടങ്ങൾ തരും. 10-ാം ഭാവാധിപനാണ് ചൊവ്വ. ഈ 10-ാം ഭാവാധിപനായിട്ട് ചൊവ്വ 11 വരിക എന്ന് പറയുമ്പോൾ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലിടത്ത് അവരാഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് അവരുടെ സാലറിയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഹൈക്ക് ഉണ്ടാക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉന്നതരായിട്ടുള്ള വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അവരുടെയൊക്കെ സൗഹൃദങ്ങളൊക്കെ അവർക്ക് അവരുടെ നേട്ടത്തിന് ഉപയോഗിക്കാനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ എല്ലാ തലത്തിലും അവരുടെ ആഗ്രഹങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഈ കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ചൊവ്വ 11-ാം ഭാവരാശിയിൽ ഇച്ഛാപൂർത്തി സ്ഥാനത്തൂടെ സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്നത് ചില ഭാഗ്യാനുഭവങ്ങൾ അവർക്കുണ്ടാകും എന്ന് തന്നെ പറയാം. ചൊവ്വ 11 നിൽക്കുന്നുണ്ട്. ആ 11 നിൽക്കുന്ന ചൊവ്വ അവിടെ നിന്നിട്ട് 2-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, ധനസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടത്തിന് അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ടുള്ള കർമ്മ മേഖലയിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ സ്പെക്കുലേഷൻ തലത്തിൽ ഉള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ അവർക്കുണ്ടാകും. സന്താനങ്ങൾ വഴി എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടം ഒക്കെ നമുക്ക് ഇതിൽ പറയാവുന്ന സമയമാണ്. അതുപോലെ അതേസമയം 2-ലൊക്കെ ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ 2-ലൊക്കെ കയറി നിൽക്കുന്ന സമയവും കൂടെയാണ്. അപ്പോൾ കുടുംബത്തിലൊക്കെ അല്പ ചെലവിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഈ കുടുംബത്തിലൊക്കെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ധനവിഷയം ചർച്ച ചെയ്യുന്നതിനും ഒക്കെ ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബാംഗങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. 2-ലേക്കൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അത് ധനസംബന്ധമായ കാര്യങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ കുടുംബ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം. അതിലൊക്കെ അങ്ങനെയൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ കഴിവതും നമ്മൾ സംസാരത്തിൽ ഒരു പക്വത വേണം, സംയമനം വേണം, ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ പ്രകോപനപരമായിട്ട് കഴിവതും സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. 5-ല് കുജൻ്റെ ദൃഷ്ടിയുണ്ട്, 5-ല് ഗുരുവിൻ്റെ ദൃഷ്ടിയും ഉള്ള സമയമാണ്. അപ്പം 5-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 5-ല് ദൃഷ്ടി ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ ഗുരു 5-ല് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ബുദ്ധിശക്തി കൂടുന്നതിനും അതുപോലെ തന്നെ ക്രിയേറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കുന്നതിനും നമ്മുടെ കഴിവുകൾ പുറത്ത് കൊണ്ടുവരുന്നതിനൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഉപാസനാദി കാര്യങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാനൊക്കെ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി 5-ല് വരുന്നത്. അപ്പോൾ സന്താനങ്ങൾക്ക് നല്ല ചിന്ത, അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് തോട്ടുകൾ വരികയാണെങ്കിൽ ആ നെഗറ്റീവ് തോട്ടൊക്കെ ഒഴിവാക്കുന്നതിനൊക്കെ ഗുരുവിൻ്റെ 5-ലെ ദൃഷ്ടിക്ക് കഴിയും. അതുപോലെ ചൊവ്വ 6-ല് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ചൊവ്വ 6-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ 11-ൻ്റെ അഷ്ടമസ്ഥാനമാണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കോമ്പറ്റിറ്റീവ് ഈ സ്പിരിറ്റൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് ടെസ്റ്റിലൊക്കെ പങ്കെടുക്കുന്നവർ, മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർ, അവർക്കൊക്കെ അനുകൂല സമയമാണ്. അതുപോലെ വ്യവഹാരത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലും വിജയം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ തൊഴിലിടത്ത് വരികയാണെങ്കിലും അതൊക്കെ ഓവർകം ചെയ്യുന്നതിനും ഈ 6-ലെ ചൊവ്വയുടെ ദൃഷ്ടി സഹായമാണ്. ഇപ്പോൾ പൊതുവേ നമുക്ക് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം പല പല നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സ്ഥിതിയാണ് ഈ ചൊവ്വ, പ്രത്യേകിച്ച് യോഗകാരകനായിട്ടുള്ള ചൊവ്വ ആ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരിക വഴി ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കറിയാം ചൊവ്വ ആ 11-ലെ കാർത്തിക നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു ജൂലൈ 4 വരെ. ജൂലൈ 23 വരെ അത് രോഹിണി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു. അതിനുശേഷം ആ ചൊവ്വ
ആഗസ്റ്റ് 2 വരെ ചൊവ്വയുടെ തന്നെ നക്ഷത്രമായ മകയിര നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ കാർത്തിക നക്ഷത്രത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ കർക്കിടകക്കുറുവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ 2ാം ഭാവാധിപനാണ്. അപ്പോൾ നമുക്ക് ധനപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ ഒരു ഫോക്കസ് കൂടാൻ സാധ്യതയുണ്ട്. അതേസമയം അഗ്നികാരകത്വമുള്ള ഗ്രഹമാണ് ഈ സൂര്യൻ. ആ സൂര്യൻ്റെ നക്ഷത്രത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നമുക്ക് ഒരു അഗ്രസീവ് എനർജി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സംസാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതേസമയം ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെ ജൂലൈ 4 മുതൽ 23 വരെയുള്ള സമയത്ത് രോഹിണി നക്ഷത്രത്തിലൂടെ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു. അത് ജന്മലഗ്ന രാശ്യാധിപനാണ് ചന്ദ്രൻ എന്നുള്ളത് കൊണ്ട് അതൊക്കെ നമുക്ക് നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് വിപുലമാക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളൊക്കെ വിപുലമാക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. കുറച്ച് സംയമനമൊക്കെ നമുക്ക് ആ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകും. അതേസമയം അത് കഴിഞ്ഞ് ചൊവ്വയുടെ തന്നെ നക്ഷത്രമായ മകയിര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ബുദ്ധിശക്തിയൊക്കെ കൂടുന്നതിന് സഹായകമാണ്, ക്രിയേറ്റീവ് വർക്കിനൊക്കെ അത് സഹായകമാണ്. പ്രത്യേകിച്ച് 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് ഉണ്ടാകും, പ്രവർത്തനങ്ങളിലൊക്കെ കാര്യക്ഷമതയൊക്കെ കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.